എന്താണെന്നൊന്നും നോക്കിയില്ല. പുഡിംഗ് തിന്നാൽ പൂതി വന്നാൽ നമ്മൾ എന്തായാലും ഒരു പുഡിംഗ് ഉണ്ടാക്കട്ടെ. അപ്പോൾ ഒരു പുഡിംഗ് അങ്ങോട്ട് ഉണ്ടാക്കി. സിമ്പിൾ ആയിട്ടുള്ള ഒരു സേമിയ പുഡിംഗ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ചൂടായ പാനിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് പൗഡർ ഷുഗറും മിൽക്ക് പൗഡറും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഒരു പുഡിംഗ് ട്രേയിലോട്ട് ഇത് അതേപോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കുക. പുഡിംഗ് ട്രേ ഇല്ലാത്തതുകൊണ്ട് ബിരിയാണി വാങ്ങിയപ്പോൾ കിട്ടിയ ഒരു പാത്രത്തിൽ അന്ന് സെറ്റ് ആക്കി എടുത്തിന് ഇതിന്റെ മുകളിലായിട്ട് ഒഴിക്കാൻ ഒരു ക്രീം തയ്യാറാക്കിയിട്ട് എടുക്കുക. ചൂടായ പാനിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുക. അതിന്റെ കൂടെ തന്നെ ഒരു 2 സ്പൂൺ കോൺഫ്ലവർ കൂടെ ചേർത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതിലേക്ക് ഇനി 1.5 ഗ്ലാസ് പാലും പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡോ പഞ്ചസാരയോ ചേർത്തിട്ട് ഒരു തിക്ക് ക്രീം ആക്കിയിട്ട് എടുക്കാം. അതിന്റെ വീഡിയോ മിസ്സായി പോയടോ. സെറ്റാക്കി വെച്ചിട്ടുള്ള സേമിയയുടെ മുകളിലേക്ക് ഈ ക്രീം ഒഴിച്ച് കൊടുത്തിട്ട് അതിന്റെ മുകളിലായിട്ട് ബാക്കി വന്നിട്ടുള്ള സേമിയ കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഈ പുഡിംഗ് ഏകദേശം നമ്മുടെ കുനാഫ സ്റ്റൈലാണ് കേട്ടോ. കുനാഫ ആണോ ചോദിച്ചാൽ ആണ്, അല്ലേ ചോദിച്ചാൽ അല്ല. അങ്ങനെ നമ്മുടെ പുഡിംഗ് ഒന്ന് മൊഞ്ചാക്കാൻ വേണ്ടിയിട്ട് പിസ്താഷ്യോ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചിട്ട് എടുക്കാം. ഇപ്പോൾ സേമിയ വെച്ചിട്ടുള്ള സിമ്പിൾ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സേമിയ പുഡിങ്ങിനില്ലേ വേറെ എന്തോ ഒരു പേര് കൂടി ഉണ്ടായിരുന്നോ, എന്നോട് മറന്നുപോയി. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ആക്കി നോക്കണേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. മഴയാണല്ലോ, തണുത്തൊന്നും കഴിക്കണ്ടല്ലോ എന്ന് വിചാരിക്കാൻ നിൽക്കണ്ട. വേണേൽ നമുക്ക് തണുപ്പിക്കാതെയും കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.